വരണം വരണം. How do you feel now, James? Fine. ഇരിക്കൂ. ഇത് മിസ്റ്റർ രവിശങ്കർ, എന്റെ ലീഗൽ അഡ്വൈസറാണ്. ഇത് അരുന്ധതി, എന്റെ I understand. Come in. ഇരിക്കൂ. ഒന്നും പറയാറായിട്ടില്ല. കണ്ടീഷൻ എപ്പോ വേണമെങ്കിലും വേഴ്സ് ആവാം. ബോംബെയിലോ മറ്റോ കൊണ്ടുപോയാ എന്തെങ്കിലും? അവിടെ ആയാലും ഇതൊക്കെ തന്നെ ചെയ്യാൻ ഒക്കൂ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. വി ആർ ഡൂയിങ് അവർ ലെവൽ ബെസ്റ്റ്. പ്ലീസ്. എടോ, ജീവിതത്തിൽ തനിക്ക് ഒരുപാട് അനുഭവങ്ങളില്ലേ? എന്നെങ്കിലും ഒരിക്കൽ തനിക്കൊരു ആത്മകഥ എഴുതാൻ തോന്നിയാൽ അതിലെ ജെയിംസിന്റെ കഥാപാത്രത്തിന് ഒരു ട്വിസ്റ്റ് കൊടുക്കണം. ആ ക്യാരക്ടർ ഒരിക്കലും ട്രാജിക് ആക്കരുത്. കഥയിൽ ഒരു ചിന്ന കള്ളം. അരുന്ധതിയെ ജെയിംസ് വിവാഹം കഴിക്കുന്നു. കഥയിലെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അധികം സംസാരിച്ച ശരീരത്തിന് സ്ട്രെയിൻ കൊടുക്കരുതെന്ന്? വക്കീലിനെ വിളിപ്പിച്ചത് പ്രോപ്പർട്ടി സെറ്റിൽമെന്റിന്റെ കാര്യത്തിന്. ഒരു കണ്ണിയും വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. ലിസ്റ്റിലൊടുവിലെത്തിയത് അരുന്ധതിയാണ്. ഇനി ആ ലിസ്റ്റ് നീളാനും പോകുന്നില്ല. ഒരു സെറ്റിൽമെന്റ് ഡീഡിൽ എല്ലാം അവസാനിക്കുന്നു. ജെയിംസിന്റെ കേപ്പ്. വിചിത്രമായ ബന്ധം അല്ലേ? താനായിട്ട് ഇതേവരെ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. തനിക്കൊന്നും വേണ്ടേ എന്റെ കയ്യിൽ നിന്ന്? വേണം. ജെയിംസിന്റെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എന്നെ കുറിച്ചുള്ളൊരു ഓർമ്മ. പിന്നെ പിന്നെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ ജെയിംസിന്റെ പേര് മനസ്സിലെങ്കിലും ഉരുവിടാനുള്ള അവകാശം, അത്രയും മതി. താൻ പറയുന്നത് സത്യം. ഒരു അബോർഷന് മാത്രം ജെയിംസ് എന്നെ നിർബന്ധിക്കരുത്. ആ പേടി കൊണ്ടാണ് ഇത്രയും നാൾ ഞാനിത് ഒളിച്ചു വെച്ചത്. ജെയിംസിന് ഇതുകൊണ്ട് ഒരിക്കലും ഒരു ചീത്തപ്പേരുണ്ടാവില്ല, ഞാൻ ഉറപ്പു തരുന്നു. എനിക്ക് ജീവിക്കണോടോ, കുറച്ചു കാലം കൂടി. എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ. ചിരി പിച്ച വെച്ച് നടക്കുന്നത്, എന്നെ അച്ഛന്ന് വിളിക്കുന്നത്, അതുവരെയെങ്കിലും ജീവിച്ചിരിക്കില്ലടോ. James! James!
ജെയിംസ്, നമ്മുടെ മോള് ജെയിംസിന്റെ തനി പകർപ്പാ. ഇപ്പോഴേ വയറ്റിനകത്തിരുന്ന് നല്ല കുറുമ്പാ. ആട്ടെ, കുറുമ്പിപ്പെണ്ണിന് എന്താ പേരിടണ്ടേ? അടുത്ത ചെക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആലോചിച്ച് വെച്ചേക്കണം. ക്രിസ്ത്യാനിയോ ഹിന്ദു ഒന്നും അല്ലാതെ നമുക്കവളെ ഒരു മനുഷ്യക്കുട്ടിയായി വളർത്തണം. വരട്ടെ. ഗുഡ് ഈവനിങ് മിസ് അരുന്ധതി മേനോൻ. ഇനിയും വലിച്ചു കിട്ടാനാവില്ല. ദിസ് ഈസ് ദ ക്ലൈമാക്സ്. പ്രതികാരം നിന്നോടല്ല, ദേ കിടക്കണില്ലേ നിന്റെ മറ്റവൻ, ഇവനോടാണ്. ആ, മര്യാദക്ക് വരുന്നോ അതോ ബലം പ്രയോഗിക്കണോ? എന്താ വേണ്ടത്? പ്ലീസ് ജോർജ്, എന്നൊന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. എന്തിനാണ് ഈ പെണ്ണ് തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കണത്? അവളുടെ ഒരു ഗർഭം. ഫ്രണ്ട്സ്, ഇൻ ലവിംഗ് മെമ്മറി ഓഫ് കൊച്ചുകുൻ ജെയിംസ് പുത്തമ്പുരയ്ക്കൽ. പിടിക്കടാ അവളെ. ഒന്നും ഇപ്പൊ ഓർത്ത് വിഷമിക്കണ്ട. ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. ഇവിടെ കൊണ്ടുവരുമ്പോ ബ്ലീഡിങ് നല്ലോണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തേ. അടുത്ത മുറിയിലെ പേഷ്യന്റിന്റെ ബ്രദറാ. അടുത്ത മുറിയിലാണ് സാവിത്രി. ഞാനിവിടെ ഉണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും വിളിപ്പിക്കാൻ മടിക്കണ്ട.
റിലാക്സ് അരുന്ധതി. അരുന്ധതിക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന നിങ്ങളുടെ ദയ കൂടി എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു. എന്റെ അറിവോടെ അല്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് പുറത്തു പോണം. പ്ലീസ്. അരുന്ധതി, എന്റെ ഈശ്വര, എനിക്ക് ഞാൻ ജെയിംസ്, നമ്മുടെ മോള് പോയി. ഇനിയും തനിച്ചെനിക്ക് നഗരത്തിൽ കഴിയാനാവില്ല. ഞാൻ പോവാണ്. ജെയിംസിന്റെ ആഗ്രഹം പോലെ തന്നെ ജനിച്ചു വളർന്ന എന്റെ നാട്ടിലേക്ക്. ഇപ്പൊ തോന്നുന്നുണ്ടാവും ഉണ്ണിക്ക് ഇങ്ങനെ ഒരു ഓഫർ തരേണ്ടിയിരുന്നില്ല എന്ന്. മിന്നാമിനിങ്ങിനെ വിളിച്ചുകൊണ്ടെന്ന് കരുതി ഒരിക്കലും അത് വിളക്കിന് പകരമാവില്ല. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ഗുഡ് ഫ്രണ്ട്സ്. അത്രയും മതി. അവിടെ നിർത്താം. Still I like you. Still I love you. Still I want you. കുഞ്ഞേ, എങ്ങോട്ടായി പോക്ക്? ഇതൊന്നും അത്ര നല്ലതിനല്ല. ഒരു കാലത്ത് കുഞ്ഞിന്റെ അച്ഛന്റെ പേര് കേട്ട ഈ നാട്ടുകാർ വിറയ്ക്കുമായിരുന്നു. അതേ നാട്ടുകാര് കുഞ്ഞിപ്പറ്റി ഓരോന്ന് പറഞ്ഞു ചിരിക്കാനിടയായാൽ വെള്ളച്ചെട്ടന് താങ്ങാനാവില്ല. കുഞ്ഞിന്റെ അത്ര പഠിപ്പും വിവരമൊന്നും എനിക്കില്ല. എങ്കിലും പറയാണ്, പുതിയ ബന്ധങ്ങളുടെ തിരക്കിനിടയിൽ മോളെ മറന്നു കളയരുത്. ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഒന്നും മറക്കാൻ കഴിയാതിരിക്കുക, അതാണ് എൻ്റെ തീരാശാപം. പിന്നെ ബന്ധങ്ങളെപ്പറ്റി പറഞ്ഞാൽ അത് പിള്ളച്ചേട്ടന് മനസ്സിലാവില്ല, ആർക്കും. അല്ല, സാർ നീ ഉറങ്ങിയില്ലേ? സോറി ബോസ്, ലേറ്റ് ആയതിന് പണിഷ്മെന്റ് 3 എത്തം. ഓക്കെ? 1 2 3. എന്നെ തനിച്ചാക്കിട്ട് എവിടെയാ പോയിരുന്നത്? അത് അച്ഛനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. നേരെ ഒരുപാടായി. സാർ ഉറങ്ങിയാട്ടെ. അച്ഛൻ പറഞ്ഞില്ലേ എന്നെ ഹോളിഡേയ്സിൽ എവിടെയെങ്കിലും കൊണ്ടുപോവാന്ന്. എന്നിട്ട് എന്താ കൊണ്ടുപോവാത്ത? പോവാലോ. പ്രോമിസ്? പ്രോമിസ്. വേണമെങ്കിൽ സാറിന് ഒരു കൂട്ടിന് നമുക്ക് ആന്റിയെ കൂടി വിളിക്കാം. വിളിക്കട്ടെ? ഹലോ, ഇത് ഞാനാ, ഉണ്ണി. പിന്നെ ഞാനും ശ്രീകുട്ടിയും കൂടി ഒരു ഔട്ടിങ്ങിന് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുക. മോൾക്ക് ഒരേ നിർബന്ധം, ആന്റി കൂടി വരണമെന്ന്. ഞാൻ മോളുടെ കൊടുക്കാം. ആന്റി ആന്റി വരില്ലേ? വേണ്ട മോളെ, ആന്റി വരുന്നില്ല. മോളും അച്ഛനും പോയാ മതി. അച്ഛാ, ആന്റി വരില്ലാന്ന്. അരുന്ധതി വരണം, അത് എന്റെ കൂടി ആഗ്രഹം. വരില്ലേ? വരാം. താങ്ക് യു.